മുമ്പൊക്കെ നമ്മളൊരു ചെറിയ പേർച്ചേസ് നടത്തി ഒരു 98 രൂപയ്ക്ക് നമ്മൾ പേർച്ചേസ് നടത്തിയിട്ട് ഒരു 100 റുപ്പീ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ബാലൻസ് കിട്ടിയിട്ടുണ്ടാവുക? അതൊരു ടോഫീസൊക്കെ ആയിട്ടായിരിക്കും ആക്ച്വലി കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വളരെ റീസെൻ്റ് ആയിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓർക്കാൻ പറ്റുമോ? വളരെ റെയർ ആയിരിക്കും. കാരണം നമ്മൾ ഈ UPI ഒക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മളൊരു ഷോപ്പിൽ നിന്ന് വലിയ പേയ്മെൻറ്റ് ആണെങ്കിലും ചെറിയ പേയ്മെൻറ്റ് ആണെങ്കിലും ആ ഒരു എക്സാക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് കാരണം വളരെ അഡ്വേഴ്സായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, UPI ഈസ് കില്ലിംഗ് ടോഫി ബിസിനസ്. കഴിഞ്ഞ 4 വർഷമായിട്ട് മേജർ ടോഫി മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള നെസ്ലെ, പാർലെ, പെർഫെക്റ്റ്, ITC പോലുള്ള കമ്പനീസിനൊന്നും വലിയ രീതിയിലുള്ളൊരു ഗ്രോത്ത് ടോഫി സെയിൽസിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ചാൽ എല്ലാവരും എക്സാക്റ്റ് പേയ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അവർ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റമായിട്ടുള്ള UPIയും ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ബാലൻസ് പേയ്മെൻറ്റിന് നമ്മൾ ടോഫി കൊടുക്കുക എന്നൊരു ഒരു ഓപ്ഷൻസ് നമ്മുടെ സ്മോൾ ട്രേഡേഴ്സിനും ഷോപ്പ് കീപ്പേഴ്സിനൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. ഒരു ടോഫി മാനുഫാക്ചററും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു പേയ്മെൻറ്റ് സിസ്റ്റമായ UPI അവരുടെ ബിസിനസ്സിൽ വലിയൊരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ലെസൺ എന്താണ്? ഈ ഒരു ന്യൂ ഇറയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും ഇന്നൊവേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ നിലനിൽക്കുമ്പോൾ ഒരു ബിസിനസ്സിന് ഏത് കോർണറിൽ നിന്നും ഏത് രീതിയിലും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് വരാമെന്നുള്ളതാണ്.